ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോടേക്കാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല. രാവിലെ എല്ലാവരെയും കൂട്ടി നേരെ കോഴിക്കോട് പോകാനുള്ള പ്ലാൻ ഇട്ടു. ഒരുപാട് പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ചിങ്ങുവിന് വെക്കേഷൻ ടൈമിൽ എവിടെയും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു. തക്കുടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊമ്പമാവനുണ്ട്. രാവിലെ പോയപ്പോൾ ബ്ലോക്ക് കിട്ടി, പെട്ടു എന്ന് ഓർത്തു. പക്ഷേ ഞങ്ങൾ കുറ്റ്യാടി വഴിയാണ് പോയിരുന്നത്. പോകുന്ന വഴിക്ക് നേരെ ഒന്നും നോക്കിയില്ല, വിശന്നപ്പം അവിടെ കയറി ഒന്ന് ഫുഡ് കഴിച്ചു. എന്താണെങ്കിലും നല്ല ആംബിയൻസ് ആ നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റിൽ. അതുപോലെ തന്നെ നല്ല ഫുഡുമാണ്, ഒരു രക്ഷയില്ല. കാരണം പല സമയങ്ങളിൽ പോയ സമയത്ത് നമ്മൾ കയറിയിട്ടില്ലെങ്കിലും ഇനി എപ്പോൾ പോയാലും അതിൽ കയറുന്ന ഒരു ടൈമിലാണ്. നല്ല ഫുഡും കാര്യങ്ങളും, പിന്നെ പിള്ളേർക്ക് ഒരു നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ പോയി മാളിലോട്ട്. ഒന്നും നോക്കിയില്ല, എവിടെയെങ്കിലും ഒരു മാളിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ചിങ്ങുനെയും കൊണ്ട് നമ്മൾ ഗോകുലം മാളിലെത്തി. അവിടെ പോയിട്ട് കുറേ റൈഡുകളുണ്ട്, അതാണ് പുള്ളിക്കാരിയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം. ഒന്നും നോക്കിയില്ല, ഒരു 2600 രൂപ മുടക്കി എല്ലാ റൈഡിലും അവൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ റൈഡുകളിലേക്കും നേരെ അങ്ങ് കൊണ്ടുപോയി കയറ്റി. കാരണം പുള്ളിക്കാരുടെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് പോയത്. കാരണം നമുക്ക് വയനാട്ടിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങളൊന്നും ഇല്ല. എന്താണെന്നുണ്ടെങ്കിലും മക്കളെയൊക്കെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് എപ്പോഴും കൊണ്ടുപോകണം. കാരണം അത് എനിക്കൊരു ഭയങ്കര വിഷമമായിപ്പോയി. കാരണം 2 മാസം നമ്മൾ വെക്കേഷൻ ആയ സമയത്ത് പല സമയത്തും കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഓർത്തിരുന്നു, പക്ഷേ പല കാരണങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ അവർ വീട്ടിൽ തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് മുഷിഞ്ഞു. അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടേ. നമുക്കോ സാധിച്ചില്ല, എന്നാൽ പോലും നമ്മുടെ മക്കൾക്കെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒന്നും നോക്കിയില്ല, പിന്നെ എല്ലാ റൈഡുകളിലും കയറ്റി. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ആ കാർ ഓടിക്കുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കാർ ഓടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ 2 ചേട്ടന്മാരെ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാരി അതൊന്നും കാര്യമാക്കാൻ പോയില്ല, ഒന്നും നോക്കിയില്ല. നേരെ എല്ലാ റൈഡുകളിലും കയറി. അതുപോലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു, നന്ദു ഉണ്ടായിരുന്നു. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. കാരണം അവളുടെ എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മുടെ മെയിൻ പ്രയോറിറ്റി. ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി, തക്കുടും കൂടി, കൊമ്പനും കൂടി, എല്ലാവരും കൂടി. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ചായ കുടിച്ചു. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നേരെ ബീച്ചിൽ പോകണം. ബീച്ചാണ് പിന്നെ പുള്ളിക്കാരിയുടെ ഹൈലൈറ്റ്. അങ്ങനെ ബീച്ചിൽ ചെന്നു. ബീച്ചിൽ ചെന്നപ്പം ഒരു പട്ടം കിട്ടി. ആ പട്ടത്തിൽ പിന്നെ അതുകൊണ്ടായി കുറേ നേരം കളി, പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അവൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് വന്നത്. പിന്നെ അവസാനം അമ്മയും മോളും കൊണ്ട് അടിയായി. കാരണം പട്ടം 2 പേർക്കും പറപ്പിക്കണം. അങ്ങനെ കുറേ നേരം പട്ടവും കാര്യങ്ങളെല്ലാം പറപ്പിച്ചു. അവിടെ നിന്ന് നേരെ യാത്ര തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഫോൺ ഏകദേശം ചാർജ് തീർന്നു.